മാർച്ച് 27-ന് എമ്പുരാനൊപ്പം തമിഴിൽ നിന്ന് റിലീസാകാനിരുന്ന ചിത്രമായിരുന്നു വിക്രത്തിൻ്റെ വീരധീര സൂരൻ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമ അന്ന് എമ്പുരാൻ ഞാൻ കണ്ടതിന് ശേഷം 11 മണിക്കത്തെ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിരുന്നു. പെട്ടെന്ന് അത് ക്യാൻസലായി. ഞാൻ കരുതി മേ ബി എമ്പുരാനുള്ള ഒരു തിരക്ക് കാരണം അവർ ഷോ ക്യാൻസലാക്കിയിട്ട് എമ്പുരാൻ ഷോ ഇട്ടതായിരിക്കാം എന്നോർത്തു. എന്നാൽ പോട്ടെ, സാരമില്ല, ഉച്ചയ്ക്കത്തെ ഷോ ബുക്ക് ചെയ്യാമെന്ന് കരുതി രണ്ടാമത് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ വീണ്ടും അത് ക്യാൻസലായപ്പോഴാണ് ഞാൻ ന്യൂസ് എടുത്ത് നോക്കുന്നത്. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം സിനിമ റിലീസ് അന്ന് നടന്നില്ല. അന്ന് സെക്കൻഡ് ഷോ മുതലോ ഫസ്റ്റ് ഷോ മുതലോ ഒക്കെയാണ് സിനിമ സ്റ്റാർട്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ എനിക്ക് സിനിമ കാണാൻ സാധിച്ചില്ല. ഇന്നലെ എനിക്ക് സിനിമ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. വീരധീര സൂരൻ പാർട്ട് 2 ചെയ്യാൻ വിക്രം നായകനായി തുഷാര വിജയൻ, എസ് ജെ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് അരുൺകുമാർ എഴുതി സംവിധാനം ചെയ്ത, നമ്മുടെ ചിത്ത എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനമായിട്ടുള്ള അരുൺകുമാർ എഴുതി സംവിധാനം ചെയ്ത് GV പ്രകാശിൻ്റെ മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് വീരധീര സൂരൻ പാർട്ട് 2. ഇത് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇനി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് ആ ഒരു കഥയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നെയാണ് ഇവർ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു റോ ആയിട്ടുള്ള ഒരു മെയിൻ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുകയും സിനിമയുടെ ആദ്യത്തെ ഷോട്ട് മുതൽ അവസാനത്തെ ഷോട്ട് വരെ അതുപോലെ ഒരു ഇൻറ്റൻസിറ്റിയിലും അല്ലെങ്കിൽ കൂടുതൽ കഥയിലേക്ക് ഇന്നാകുന്ന രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. നമ്മൾ ആ ഓരോ ക്യാരക്ടറിനെ കാണിച്ച് ആ സിനിമ നടക്കുന്ന ഒരു വഴിയിൽ അവരെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സിനിമ ടെക്നിക്കൽ വൈസ് ഗംഭീരമായിട്ടും അതിൻ്റെ ഒരു നറേഷനും പരിപാടിയിലെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രസന്നയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് തേനി ഈശ്വരവും കൂടിയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ട്രൂ ഇവൻസിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു കഥ വന്നിരിക്കുന്നതെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുന്നൊരു സമയത്ത് സുരാജ് വെഞ്ഞാറമൂട് അവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുകയും തുടർന്ന് കാളി ഇതിലേക്ക് ഇന്നാകുകയാണ്. കാളി എന്ന് പറയുന്നത് ചിയാൻ വിക്രം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ കാളി ഇന്നാകുകയും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഒരു കുട്ടി ഫ്ലാഷ് ബാക്കും ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഒരു വൈകുന്നേര സമയത്ത് തുടങ്ങി ഒരു നൈറ്റ് ഫുള്ള് നടക്കുന്നൊരു കഥയും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ സ്റ്റോറി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രം ഫീൽ ചെയ്ത ഒരു സിനിമയാണിത്. സ്ക്രിപ്റ്റ് വൈസ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു സിനിമ. അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സിക്യൂഷനാണ്. ഒരു പഞ്ച് ഉണ്ടാക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിട്ടും അവിടെ ഒരു പഞ്ച് ഫീൽ കിട്ടാതെ എടാ ഇത് പൊളിച്ചടാ എന്ന് പറയാൻ തോന്നാത്ത രീതിയിലേക്ക് ഒരു സീൻ എലവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ തരാൻ പറ്റുമായിരുന്ന ഒരു സ്ക്രിപ്റ്റിനെ ഒരു പതിഞ്ഞ മട്ടിലേക്ക് കൊണ്ടുപോയത് മാത്രമാണ് എന്നെ പിന്നിലേക്ക് വലിച്ചൊരു കാര്യം. കണ്ടിരിക്കുന്ന സമയത്ത് എൻ്റർടൈനിങ് ആയിട്ടും കുറേ ആകാംക്ഷ തരുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ തുടക്കം പോർഷനൊക്കെ പോയിരിക്കുന്നത്. ഒരു സൂപ്പർ സീനുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ നല്ല ടെൻസ്ഡായിട്ട് തുടക്കത്തിൽ കണ്ടു. പക്ഷേ ഇത് പൊളിച്ചടാന്ന് പറയുന്നൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. ചിയാൻ വിക്രത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ചിയാൻ വിക്രത്തിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസും കാര്യങ്ങളും തുഷാരയുടെയും എസ് ജെ സൂര്യയുടെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒക്കെ ഒരു ഗംഭീര പെർഫോമൻസുകളൊക്കെ ഈ സിനിമ കാണാൻ സാധിക്കും. അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടോ വന്നിട്ടില്ല. പക്ഷേ സിനിമ തരേണ്ട ഒരു ഗുമ്മുണ്ട്. അത് ആ സ്ക്രിപ്റ്റ് സൂപ്പറാണ്. അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റാണ്. പക്ഷെ ആ സ്ക്രിപ്റ്റിന് സ്ക്രീനിലേക്ക് വന്നപ്പം അത്രയ്ക്കുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പലയിടത്തും സാധിക്കാതെ പോയിട്ടുണ്ട്. മ്യൂസിക് വൈസ് GV പ്രകാശ് ഒരുപാട് സീനുകളെ എലവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അത് വിഷ്വലിൽ പ്രത്യേകിച്ചൊരു പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു പലയിടത്തും ഒന്ന് ഇരുന്ന് പോകുന്നുണ്ട്. സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോർഷനാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ക്ലൈമാക്സിൽ ഒരു സാധനം ഇടുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് റീതിങ്ക് ചെയ്ത് കഴിയുമ്പം ഈ കഥ ഒരു വേറൊരു വ്യൂവിൽ നമുക്കിതിനെ കാണാനും വേറൊരു വ്യൂവിലേക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു തലത്തിലേക്ക് നമുക്ക് ചിന്തിച്ച് പോകാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത് എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ട് തീരുന്ന ഒരു സമയം വരെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ലാത്തൊരു രീതി പോവുകയും എന്നാൽ ക്ലൈമാക്സിൽ ഒരു സാധനം കാണുമ്പം യെസ് അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ കൈയടിച്ചിട്ടും കൂടിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷേ
ഓവറോൾ നോക്കുമ്പോൾ ഒരുപാട് സീനുകളിൽ നമ്മളെ ഗൂസ് ബംസിൻ്റെ അങ്ങേയറ്റം കൊണ്ടുവരാൻ പറ്റുന്ന സീനുകൾ ഉണ്ടായിട്ട് കൂടി അത് തരാൻ പറ്റാത്തൊരു ഫീല്, അതെനിക്ക് ഫീൽ ചെയ്യാത്തൊരു കാര്യമായിപ്പോയി. വീണ്ടും പറയുന്നു, ഇത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു ഗംഭീര സിനിമയായിട്ട് ഫീൽ ചെയ്തേക്കാം. മേ ബി അതായിരിക്കാം ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും ശരി. അതിനിപ്പം ചോദ്യം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം എമ്പുരാൻ്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൽ വന്നിട്ട് പൃഥ്വിരാജ് ആനയാണ് ചേനയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ 2000-ൽ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളാണെന്നൊക്കെ ഒരാൾ വന്ന് സംസാരിക്കുന്നത് കണ്ടു. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഓരോരുത്തരുടെ വിഷനും ഒക്കെ വേറെയാണ്. സോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കാണുക, താല്പര്യമില്ല കാണാതിരിക്കുക. അപ്പം ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ പീസ് ഔട്ട്.